ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ ഹെയറിൽ എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം മുന്നേ വരെ ഒന്നും ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഈ 1 മാസത്തിന് ശേഷം, അതായത് ഞാൻ മുടി വെട്ടിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നത് ഞാൻ എന്താണ് ഹെയറിൽ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര പറഞ്ഞിട്ടും പിന്നെയും എല്ലാവരും ചോദിക്കുന്ന കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് ചെയ്തത്, എൻ്റെ ഹെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് പോണേക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ആവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എനിക്ക് ഫസ്റ്റ് ഇന്നടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യം ഞാൻ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹെയറിൽ ഒരു തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഞാൻ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. അതായത് സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടിയും ഞാൻ ഇതുവരെയ്ക്കും എൻ്റെ ഹെയറിൽ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ നാച്ചുറലായിട്ട് തന്നെയാണ് കിടക്കുന്നത്, നാച്ചുറൽ സ്ട്രക്ചറിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ 1 മന്ത് മുന്നേ, അതായത് കഴിഞ്ഞ മാസം ഞാൻ എന്താ പറയുക, ഹെയർ ഒന്ന് കട്ട് ചെയ്തു. ഹെയർ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊളാബ് കിട്ടിയപ്പോൾ ഞാൻ പോയി വെട്ടിയതാണ്. ബാക്കിലൊരു യുവും ഫ്രണ്ടിലൊരു എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് മുടി കിടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലൊരു ഫെദർ സ്റ്റെപ്പ് അങ്ങനത്തെ സംഭവം തോന്നുന്നു അത് വെട്ടി. ബാക്കിൽ ഞാനൊരു യു വെട്ടി. ബാക്കിൽ അധികം ലെങ്ത് കുറയ്ക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ യു ആണ് വെട്ടിയത്. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ആരും എന്നോട് ചോദിക്കരുത്. എൻ്റെ മുടി ഇപ്പോഴും നാച്ചുറലായിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ്സും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് മുടി വെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നോട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, സെറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വിടുമല്ലോ, അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ. അത് കണ്ടിട്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയറിൽ ഹെയർ കട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് പേടിയാണോ ചെയ്യാനായിട്ട്, അതാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് ചോദിച്ച കാര്യം കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണോ അതോ ബോട്ടോക്സ് ആണോ ചെയ്തതെന്നുള്ളതാണ്. ഞാൻ കെരാറ്റിനും ചെയ്തിട്ടില്ല, ബോട്ടോക്സും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്തുള്ളൊരു സലോണിൽ തന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. കെരാറ്റിനും ചെയ്തിട്ടില്ല, ബോട്ടോക്സും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഹെയർ കട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് ചോദിച്ച കാര്യം എന്തിനാ ഹെയർ കട്ട് ചെയ്തതെന്നാണ്. ഹെയർ കട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് കണ്ടിട്ടായിരിക്കും എന്തിനാ ഇത്ര മുടി വെട്ടിയെന്ന് ചോദിച്ചത്. പക്ഷെ ഇത്രയും മുടി, ഇവിടെ മാത്രമേ ഇത്രയും മുടിയുള്ളൂ, ബാക്കിലേക്ക് മുടി ഉണ്ട്, എൻ്റെ മുടി പോയിട്ടില്ല. അപ്പോൾ എനിക്കും ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർക്കായാലും ഒരു ചേഞ്ചൊക്കെ വേണമെന്ന് ആഗ്രഹിക്കില്ലേ. എനിക്ക് ഫ്രണ്ടിൽ ഇതേപോലെ കിടക്കാൻ ഇഷ്ടമാണ്, ബാക്കിൽ പക്ഷേ എനിക്ക് വലിയ മുടി വേണം താനും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പോയിട്ട് എൻ്റെ ഇഷ്ടത്തിന് വെട്ടിയതാണ്. അപ്പം ഞാൻ സലോണിൽ വെട്ടുന്നവരുടെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് ബാക്കിൽ എൻ്റെ ലെങ്ത്ത് പോകാനും പാടില്ല, അതുപോലെ തന്നെ എനിക്ക് ഫ്രണ്ടിൽ ഇതേപോലെ കിടക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ എനിക്ക് ഇതേപോലെ സജസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ഫെദർ സ്റ്റെപ്പ് പോലെ വെട്ടിയിട്ട് ബാക്കിൽ യു ആക്കി വെട്ടി. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ അധികം ലെങ്ത് പോയിട്ടില്ല. പിന്നെ എല്ലാ മഴക്കാലത്തെ സമയത്തിന് മുന്നേ ഞാൻ എൻ്റെ ഹെയർ വെട്ടാറുണ്ട്. അതേപോലെ ഞാൻ വെട്ടിയതാണ്. മുടിയല്ലേ, മുടി വളരും. എൻ്റെ മുടി പെട്ടെന്നല്ല എന്നാലും പെട്ടെന്ന് വളരും. അതുകൊണ്ട് പേടിക്കണ്ട, വളർന്നോലും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. വെട്ടിയത് എൻ്റെ അടുത്ത് എന്തിനാ വെട്ടിയത് കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട്. എന്തിനാ മുടി വെട്ടിയത്, നല്ല മുടിയായിരുന്നല്ലോ, എന്തിനാ വെട്ടിയത്. അതാ പറഞ്ഞത്, മുടി എന്തായാലും വളരും. മഴക്കാലല്ലേ, എനിക്ക് അത്യാവശ്യം സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയി വെട്ടിയത്. കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വെട്ടിയ മുടി തിരിച്ചു വരും. വെച്ചുകൊണ്ടിരുന്നിട്ട് കേടായ മുടി വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, നമ്മൾ വെട്ടന്നെ വേണ്ടേ. അതുകൊണ്ട് വെട്ടിയതാണ്. എന്തായാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം. ഞാനിപ്പോൾ ഹെയർ കെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം ഇപ്പം മഴക്കാലമാണ്. മഴക്കാലത്ത് നല്ലതാട്ടോ മുടി വളരാനായിട്ട്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല, കാരണം ഈ ഹെയർ പാക്കൊക്കെ ഇട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ചെയ്യാൻ എടുക്കും, തലവേദന എടുക്കും. അത് കാരണം ഞാൻ ഹെയറിൽ പാക്കുകളൊന്നും ഇടില്ല, ഓയിൽ തേക്കും, ഹെയർ വാഷ് ചെയ്യുന്നല്ലാണ്ട് ഞാനൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് പേടിയാണ്, തലവേദനയൊക്കെ എടുക്കും എന്നുള്ള കാരണം. അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഹെയർ എങ്ങനെയുണ്ട്, വളരുമോ വളരില്ലേ എന്നുള്ളത്.
പിന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ചേച്ചിൻ്റെ ഹെയർ ടൈപ്പ് എന്താ. ചില നേരത്ത് കാണുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, ചില നേരത്ത് റീൽസിലൊക്കെ കാണുമ്പോൾ നല്ല കേളായിട്ട് കിടക്കും, ചില നേരത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. ചേച്ചിയുടെ ഹെയർ ടൈപ്പ് എന്താന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. എൻ്റെ ഹെയർ ടൈപ്പ് വന്നിട്ട് ഒരു കേളി വേവി ഹെയർ ടൈപ്പ് ആണ്. ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആണ്, കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ രീതിയിൽ കുറേ പേര് സംസാരിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ അല്ല കേട്ടോ. എൻ്റെ ഹെയർ ഇതേപോലെ ഒരു കേളി വേവി ഒക്കെ ഹെയർ ആയിരുന്നു. ഫസ്റ്റ് നല്ല കേളായിരുന്നു, ഇപ്പൊ കേളൊക്കെ കുറഞ്ഞ് ഒരു സ്ട്രെയിറ്റ് വേവി ഹെയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്, സ്ട്രെയിറ്റ് ഹെയർ അല്ല. ഇനി അത് ആർക്കും എന്താ പറയുക തെറ്റണ്ട, എൻ്റെത് സ്ട്രെയിറ്റ് ഹെയർ അല്ല, കേളി വേവി ഹെയർ ആണ്. പിന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ഹെയർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട് ഞാൻ കുറച്ച് പാക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു 2 ദിവസമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അതേപോലെ തന്നെ ചില ദിവസം ഞാൻ ഷാംപൂ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഓയിലൊന്നും തേക്കാതെ കിടന്നുറങ്ങുന്ന നേരത്ത് മുടി ഇങ്ങനെ നമ്മൾ അമ്മക്കിട്ട് കെട്ടി വെക്കില്ലേ, അങ്ങനെ കെട്ടി വെച്ചിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അഴിക്കുമ്പോൾ എൻ്റെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാറുണ്ട്. അത് എൻ്റെ മുടിയുടെ മാത്രം ഒരു എന്താ പറയുക, എൻ്റെ മുടിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വേറെ ആർക്കും അങ്ങനെ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ വരാറുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹെയർ അങ്ങനെ സ്മൂത്ത് ആയിട്ട് കിടക്കണത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ ഹെയർ ശരിക്കും വന്നിട്ട് കേളി ഒരു വേവി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഹെയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. കാരണം ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പയ്യെ ഞാൻ പറയാം. കാരണം എന്തായാലും ഞാൻ ഇനി ഹെയർ കെയർ വീഡിയോസൊക്കെ ഇടും. ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞോട്ടെ, ഹെയർ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. അപ്പം ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് പറയുന്നതായിരിക്കും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി എൻ്റെ ഹെയറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇത്രയാണ് എനിക്ക് എൻ്റെ ഹെയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എൻ്റെ ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ സ്റ്റൈലോ അല്ലെങ്കിൽ ഹെയറോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റായിട്ട് കാണുന്നവരേക്കും ബൈ.